തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോട് മത്സരിച്ച് ഒന്നാം സമ്മാനം ലഭിച്ചത് എനിക്കായിരുന്നു. മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള അംഗീകാരം വാങ്ങിയ ആ കലാപ്രകടനം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണേണ്ടത്. കാണുക മാത്രമല്ല, എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഇത് ജനങ്ങളിലെത്തിക്കാൻ ഷെയർ ചെയ്യണമെന്നൊരു വിനീതമായ അഭ്യർത്ഥന കൂടി നിങ്ങളോടുണ്ട്. കാണുക. ജാനകി, നീ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പിറക്കാനിരിക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും. അവന് ഞാൻ അഭിമന്യു എന്ന് പേരിടും. നിനക്ക് സന്തോഷമായില്ലേ? എന്താ ജാനകി, നീ എന്താണ് വേർക്കുന്നത്? എന്താ ജാനകി, വയറ്റാട്ടി വിളിക്കാൻ സമയമായോ? ഞാൻ പെട്ടെന്ന് വിളിച്ചു വരാം കേട്ടോ. ഭയപ്പെടല്ലേ ജാനകി. പാറു, ഒന്ന് വേഗം പോയി നോക്ക്. ജാനകി വേദന കൊണ്ട് പുടയാണ് അവിടെ കിടന്നിട്ട്. അയ്യോ ഈശ്വര, ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അമ്മയും കുഞ്ഞിനെയും വേർപെടുത്തി തരണേ ഈശ്വര. അങ്ങനെ ഞാൻ കേണപേക്ഷിക്കുകയാണ്. എന്താ പാറു, വെള്ളത്തുണിയോ? ഇപ്പൊ കൊണ്ടുവരാം. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തന്നു. പാറു, വെള്ളത്തുണി. എൻ്റെ മോൻ, എൻ്റെ അഭിമന്യു മോൻ, നന്ദിയുണ്ട് പാറു, നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ജാനകി, പാറു, ജാനകി, പാറു, ജാനകി, എന്താ ജാനകി? എൻ്റെ പോലെ എന്നെ ഏൽപ്പിച്ച് പോയോ ജാനകി? നമ്മുടെ അഭിമന്യു മോനെ നിനക്ക് കാണണ്ടേ ജാനകി? ജാനകി, മോനെ അഭിമന്യു, ഇന്നെൻ്റെ പൊന്നുമോൻ സ്കൂളിൽ പോവാണ്. വേഷമൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. മുടി നന്നായിട്ടുണ്ട് കേട്ടോ. മോനെ സ്കൂളിലാക്കി വൈകുന്നേരം സ്കൂൾ വിടുന്നത് വരെ അച്ഛൻ പുറത്ത് തന്നെ കാത്തു നിൽക്കും കേട്ടോ. പോവല്ലേ നമുക്ക്? ജാനകി, എനിക്ക് സംസാരിക്കാൻ ഈ വീട്ടിൽ നീ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ മോൻ പട്ടാളത്തിൽ നിന്ന് വലിയ നിലയിലാ. അതിർത്തിയിൽ യുദ്ധം നടക്കുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ ജാനകി എനിക്ക്. മോൻ കൂടി പട്ടാളത്തിൽ പോയപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കായി. നിൻ്റെ ഈ ചിത്രമുള്ളതാ എനിക്കൊരാശ്വാസം. നിന്നോടിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിനാകൊരു സമാധാനം. പട്ടാളത്തിൽ പോയ മോൻ്റെ വിശേഷങ്ങൾ അറിയാൻ റേഡിയോ ഒന്ന് വെക്കാം, നമുക്ക് കേൾക്കാലോ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി ജവാന്മാർ വീരമൃത്യു അടഞ്ഞു. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള അഭിമന്യുവും മരിച്ചവരിൽ പെടുന്നു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാവുന്നു. ഇല്ല, എൻ്റെ മകൻ്റെ മൃതശരീരം കണ്ടാൽ ഞാൻ അറിയില്ല. അവൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് വീരമൃത്യു വന്നത്. മോനെ അഭിമന്യു,
ജാനകി, നീ കണ്ടോ നമ്മുടെ മോനെ? പട്ടാളത്തിൽ വലിയ ഓഫീസറാവാൻ. മോനെ വാ, അമ്മ. ജാനകിയും എൻ്റെ മോൻ അഭിമന്യുവും കൂടെ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഈ സന്തോഷമുണ്ടോ, എനിക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടാവുക, നന്നായി ജീവിക്കുക, സന്തോഷമല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത് അല്ലേ ജാനകി? ജാനകി, നീ എവിടെ? അഭിമന്യു എന്നെ കളിപ്പിക്കുകയാണോ? ജാനകി, അഭിമന്യു, എല്ലാം എൻ്റെ തോന്നലായിരുന്നു. തോന്നലായിരുന്നു.